തിരുവനന്തപുരം വട്ടിയൂർക്കാവിന് സമീപമാണ് ദേ കാണുന്ന 3.25 സെൻറ്റ് സ്ഥലം നമുക്ക് വിൽപ്പനയ്ക്കുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഈ പ്ലോട്ടും ഉണ്ടായിരുന്നു. ഇത് ഓൾറെഡി സെയിലായി. ഞാൻ ഇതിൻ്റെ ഓണറിനെ പരിചയപ്പെടുത്തുക. പുള്ളിക്കാരനെ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും. നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നൗഫലൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വലിയ വിളയിലൊരു പ്രോപ്പർട്ടി നമ്മൾ മുന്നേ ഒരിക്കൽ അഡ്വർടൈസ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്കിനി ഒരു പ്ലോട്ട് ബാക്കിയുണ്ട്. ഒരു പ്ലോട്ടുണ്ട്. അത് ഓൾറെഡി നമ്മുടെ തന്നെ ജംഗ്ഷൻ ക്ലബിന് തന്നെ സബ്സ്ക്രൈബർ ആയിരുന്നു. ടിയാലാൽ എന്നാണ് ആ കസ്റ്റമറുടെ പേര്. ഓൾറെഡി 7 സെന്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നിലവിൽ വന്നത്. പക്ഷേ നമ്മുടെ കയ്യിൽ 2 പ്ലോട്ടിനകത്ത് ഒരു പ്ലോട്ട് ഓൾറെഡി പോയതുകൊണ്ട് 7 സെന്റ് ഇല്ലായിരുന്നു. ശരി ശരി. അങ്ങനെയാണ് നമ്മൾ ഈ പ്രോജക്റ്റിന്റെ കാര്യം അവരുടെ അടുത്ത് പറഞ്ഞത്. അങ്ങനെ അവരത് ഇത് വന്ന് വിസിറ്റ് ചെയ്തു. അങ്ങനെ അവർ ഈ 2 പ്ലോട്ടൂടെ ചേർത്ത് 7 സെന്റ് അവർ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. അപ്പൊ നമുക്കിനി ഇതിനകത്ത് ആ കാണുന്ന 3.25 സെന്റിന്റെ ഒരു പ്ലോട്ടും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള വലിയ വിളയിലുള്ള ഒരു പ്ലോട്ട് കൂടെ ഇനി അവൈലബിൾ ആണ്. വലിയ വിളയിലുള്ള ഇനി എത്ര സെന്റ് ബാക്കിയുള്ള? ഇതേപോലെ തന്നെ 4 സെന്റിന്റെ ഒരു പ്ലോട്ടേ ഉള്ളൂ. 4 സെന്റ് ഒരു പ്ലോട്ട് മാത്രമേ ഉള്ളൂ. ഇതിലാണെങ്കിൽ 3.25 സെന്റിന്റെ ഒരു പ്ലോട്ട്. അപ്പൊ നമ്മുടെ ഈ പ്രോപ്പർട്ടി കൃത്യമായിട്ട് എവിടെയെന്ന് പറഞ്ഞു കൊടുക്കൂ. പറയാം. അതായത് നമ്മൾ ഈ പ്രോപ്പർട്ടി വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ തൊഴുവാങ്കോട്, അതായത് തൊഴുവാങ്കോട് ക്ഷേത്രത്തിലേക്ക് വരുന്ന വഴി, അതായത് വട്ടിയൂർക്കാവ് നിന്ന് വരുമ്പോൾ മഞ്ചാടിമൂട് ജംഗ്ഷനിൽ നിന്ന് തൊഴുവാങ്കോട് ക്ഷേത്രത്തിലേക്ക് വരുന്ന വഴി, അതായത് IAS കോളനി റോഡ് എന്നാണ് ഈ റോഡിന്റെ പേര്. മഞ്ചാടിമൂട് ജംഗ്ഷനിൽ നിന്ന് കറക്റ്റായിട്ട് 800 മീറ്റർ ദൂരമാണ് ഈ പ്ലോട്ടിലേക്കുള്ള ദൂരം, ഡിസ്റ്റൻസ്. പക്ഷേ ക്ഷേത്രത്തിലേക്ക് നമുക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ 200 മീറ്റർ. തൊഴുവാങ്കോട് ക്ഷേത്രത്തിൽ നിന്ന് 200 മീറ്ററേ ഉള്ളൂ. ഈ റോഡ് നേരെ പോകുന്ന റോഡെന്ന് പറയുന്നത് നേരെ പേരൂർക്കടയാണ് പോകുന്നത്. ഈ റോഡ് നേരെ പോയാൽ തൊഴുവാങ്കോട് ക്ഷേത്രത്തിലേക്ക് പോകാൻ പറ്റുന്ന റോഡാണ് ഈ റോഡ്. ശരി ശരി. എല്ലാ രീതിയിലും ഈ വഴി ആക്സസ് ഉള്ള റോഡാണ്. അതായത് നമ്മൾ മരുതൻകുഴിയിൽ നിന്ന് വട്ടിയൂർക്കാവ് പോകുന്ന വഴിയിൽ മഞ്ചാടിമൂട് എന്ന് പറഞ്ഞ ജംഗ്ഷൻ ഉണ്ട്. ആ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കയറുക. IAS കോളനി റോഡ് എന്നാണ് ആ റോഡിനെ പറയുന്നത്. ആ റോഡ് കറക്റ്റായിട്ട് 800 മീറ്റർ വന്നു കഴിഞ്ഞാൽ പ്രോപ്പർട്ടി വരാം. ഇനി അതല്ല, നിങ്ങൾ പേരൂക്കടയിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ പേരൂക്കടയിൽ നിന്ന് വട്ടിയൂർക്കാവ് പോകുന്ന വഴി മണ്ണാമൂല ജംഗ്ഷൻ കഴിഞ്ഞ് വീണ്ടും കുറച്ചൊന്ന് മുന്നിലോട്ട് വരുമ്പോൾ ഇടതുവശത്തായിട്ട് ഒരു യൂസ്ഡ് കാറിൻ്റെ ഷോറൂം കാണാം. ഏകദേശം അതിന് ഓപ്പോസിറ്റായിട്ട് കാണുന്ന റോഡ് വന്നു കഴിഞ്ഞാലും അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു 300-400 മീറ്റർ ഉള്ളൂ. ആ ഡിസ്റ്റൻസിൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരാൻ സാധിക്കും. ഈ കാണുന്ന 7 സെന്റ് നമുക്ക് ഓൾറെഡി വലിയ വിളയ്ക്ക് വന്ന ആൾ എടുത്ത് അത് ഓൾറെഡി സെയിലായി. നമുക്കിനി ഈ പിൻവശത്ത് കാണുന്ന 3.25 സെന്റ് സ്ഥലമാണ് വിൽപ്പനയ്ക്കുള്ളത്. നല്ല റെക്റ്റാങ്കിൾ ഷേപ്പിലെ പ്രോപ്പർട്ടിയാണ് കേട്ടോ. ഇതാ ഈ കാണുന്ന രീതിയിൽ 3.25 സെന്റ് സ്ഥലം. ഇതിന് നമുക്ക് എങ്ങനെ വില എങ്ങനെയാണ്? വില 11 രൂപയാണ്. 11 ലക്ഷം രൂപ. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഇത് കരഭൂമിയാണ്. 2, ഈ പ്ലോട്ടിലേക്ക് നമ്മൾ വാട്ടർ കണക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്, ഇലക്ട്രിക് കണക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് റോഡും അതുപോലെ ഈ റോഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്റർലോക്ക് ചെയ്ത റോഡാണ്. ഈ റോഡിന് 3.5 മീറ്റർ വീതിയാണുള്ളത്. ഇതിനകത്തൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ 2 പ്ലോട്ട് ഒരുമിച്ച് ഒരു പാർട്ടി എടുത്തിരിക്കുന്നതുകൊണ്ട് ഈ റോഡിന്റെ ആക്സസ് പൂർണ്ണമായി ഇവർക്ക് തന്നെ ഉപയോഗിക്കാൻ പറ്റും. അവർക്ക് കൂടെ ഉപയോഗിക്കാൻ പറ്റും. എങ്കിലും ആക്ച്വലി 3.5 സെന്റ് മേടിക്കുന്ന ആളിന് 5.5 സെന്റ് കിട്ടിയതുപോലെയാണ് ഫലത്തിലുണ്ടാകും. നമുക്ക് അത്യാവശ്യം പാർക്ക് ചെയ്യാൻ പറ്റും. സൗകര്യങ്ങൾ കൂടുതലാണ്. അതാണ് ഇതിനകത്തുള്ളത്. വാട്ടർ കണക്ഷൻ നിലവിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് അതിന്റെ ബുദ്ധിമുട്ടുമില്ല. ഇലക്ട്രിക് കണക്ഷനും ഉണ്ട്. അതാണ് ഇത്. 11 ലക്ഷം രൂപയാണ് ഇതിന്റെ വില. അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് അദ്ദേഹത്തെ തന്നെ വിളിക്കാവുന്നതാണ്. പിന്നെ ഇതുപോലെ സിറ്റിക്കകത്ത് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിൽ, അതായത് ഇതുപോലെ ഒരു 15 സെന്റോ 20 സെന്റോ ഇങ്ങനെയുള്ള ലൊക്കേഷൻസിൽ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അവരിതുപോലെ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ പ്രോപ്പർട്ടീസ് നോക്കുന്നുണ്ട് കേട്ടോ.